ആരോഗ്യമേഖലയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ക്യാഷ് ഗ്രാന്റ് കേന്ദ്രം നൽകാത്തത് കോ ബ്രാൻഡിംഗ് വൈകിയതിനാൽ. എന്നാൽ പിന്നീട് ബ്രാൻഡിംഗ് നടത്തിയെങ്കിലും കേന്ദ്രം തുക അനുവദിച്ചില്ല. കേന്ദ്രവിഹിതം ഉൾപ്പെടെ സംസ്ഥാനം ചെലവഴിച്ച 636.88 കോടി രൂപയുടെ വിനിയോഗ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് സംസ്ഥാനം നൽകി എന്ന് നിയമസഭയിൽ ആരോഗ്യമന്ത്രി രേഖകൾ വ്യക്തമാക്കി. ഇത് നൽകിയിട്ടില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ ആരോപണം. സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശിക്കുന്ന പേരിടണമെന്ന് ആരോഗ്യ മന്ത്രാലയം 2018 ആദ്യം ആവശ്യപ്പെട്ടത്. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന പേര് നൽകണമെന്നായിരുന്നു ആവശ്യം. ആദ്യം തർക്കിച്ചു നിന്നെങ്കിലും 2023 സംസ്ഥാനം പേരുമാറ്റൽ ആരംഭിച്ചു. എന്നാൽ അതേ വർഷം നവംബറിൽ കേന്ദ്രം വീണ്ടും പേരുമാറ്റി. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കണമെന്നായിരുന്നു നിർദ്ദേശം. മലയാളത്തിൽ ചേരാത്ത പേരെന്നു പറഞ്ഞ് സംസ്ഥാനം എതിർപ്പറിയിച്ചു. പുതിയ പേരുകൾ നിർദ്ദേശിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു. സംസ്ഥാനം നൽകിയ ആയുഷ്മാൻ ആരോഗ്യ കേന്ദ്രം എന്ന പേര് കേന്ദ്ര സർക്കാർ തള്ളി. ഒടുവിൽ മറ്റു വഴികളില്ലാതെ 2024 ജൂൺ 26 കേന്ദ്രം പറഞ്ഞതുപോലെ സംസ്ഥാനം പേരുമാറ്റിയത്. അപ്പോഴേക്കും ആ സാമ്പത്തിക വർഷം അവസാനിക്കുകയും ആശാവർക്കർമാരുടെ ഇൻസെന്റീവായി നൽകിയ 100 കോടി ഉൾപ്പെടെയുള്ള തുകയിൽ 1 രൂപ പോലും കേന്ദ്രം അനുവദിക്കാതെയുമായി. അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. എന്നാൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാത്തതാണ് ഫണ്ട് നൽകാത്തതിന് കാരണമായി ആരോഗ്യമന്ത്രി JP നദ്ദ പാർലമെന്റിലും സുരേഷ് ഗോപി ആശമാരുടെ സമരപ്പന്തലിലും എത്തി പറഞ്ഞത്. ഇത് ശരിയല്ലെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ വെച്ച രേഖകൾ വ്യക്തമാക്കുന്നു. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൈമാറിയിട്ടും തുക അനുവദിക്കാത്ത കേന്ദ്ര നടപടിക്കെതിരെയാണ് സംസ്ഥാനത്തിന്റെ പ്രതിഷേധം. സംസ്ഥാനം കൈമാറിയ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് പുറത്തു വന്നതോടെ ബ്രാൻഡിംഗ് നടത്താത്തതാണ് ഫണ്ട് തടയാൻ കാരണമെന്ന് കേന്ദ്രവും സമ്മതിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിനും ആശാസമരത്തിനും എതിരെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. അടിക്കടി ആവശ്യങ്ങൾ മാറ്റുന്ന സമര നേതൃത്വം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം മറച്ചുപിടിക്കുകയാണ്. ആശമാരുടെ കാര്യത്തിൽ BJP പിന്തിരിപ്പൻ നിലപാടാണ് സ്വീകരിക്കുന്നത്. ആശമാരെ സ്ഥിരം തൊഴിലാളികളായി കേന്ദ്രം അംഗീകരിക്കണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം അനങ്ങുന്നില്ല എന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്രയും പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്ന BJPയുടെ പ്രതിനിധികളെയാണ് ആശമാരുടെ പേരിൽ നടക്കുന്ന സമരപന്തലിലേക്ക് ആനയിക്കുന്നത് എന്ന വിമർശനവും മുഖപ്രസംഗത്തിൽ ഉണ്ട്. കേന്ദ്ര നയം തിരുത്താൻ യോജിച്ച സമരത്തിന് തയ്യാറാകണമെന്നും ദേശാഭിമാനി മുഖപ്രസംഗം ആവശ്യപ്പെടുന്നു.